സിനിമയിലുണ്ടായിരുന്നു പടയിലുണ്ടായിരുന്നു ഇന്ത്യൻ വൺ പലപ്പോഴും നമ്മളിപ്പോഴത്തെ തലമുറ നമ്മളെല്ലാവരും യൂട്യൂബിലും ടി വിയിലൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ വണ്ണിൻ്റെ ആ ഒരു കൾട്ട് സ്റ്റാറ്റസ് വന്നത്. അപ്പോൾ ഇന്ത്യൻ 2 അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും നോക്കി കണ്ടിരുന്ന സംഭവമായിരുന്നു ഇന്ത്യൻ 2 എന്തായിരിക്കും, എങ്ങനെയായിരിക്കും പുതിയ കാലഘട്ടത്തിൽ അത് അവതരിപ്പിക്കാൻ പോകുന്നതെന്നുള്ളത്. അതിന് ഇന്ത്യൻ വണ്ണിൻ്റെ അല്ലെങ്കിൽ ആ പുട്ട് ഫോർവേഡ് ചെയ്ത ആശയത്തിനോട് പൂർണ്ണമായിട്ടും ഇന്ത്യൻ 2 ആ കൺസെപ്റ്റ് എന്നോട് നീതി പുലർത്തിയിരിക്കുന്നു. ചില സമയത്ത് ഇത്തിരി ലാഗ് അനുഭവപ്പെടും ഫസ്റ്റ് ഹാഫിൽ, പക്ഷേ സെക്കൻഡ് ഹാഫ് അത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ചടലമായ കുറച്ച് ആക്ഷൻ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും സേനാപതിയുടെ തേരോട്ടം അവസാനിക്കുന്നില്ല, ഇന്ത്യൻ 3 തുടരും എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി വളരെ എന്തൊക്കെയോ സംതിങ് ഇൻട്രസ്റ്റിംഗ് വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു യങ്ങർ വെർഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്ത്യൻ 3 ട്രെയിലറും അവസാനം വരുന്നുണ്ട്. സോ ഈ ഒരു കറപ്ഷനെതിരായിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു തീമായിട്ട് ഇപ്പോഴും സിനിമയ്ക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പ്ലോട്ട് വിട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ 3 ലീഡ് അടിപൊളിയായിട്ടുണ്ട്, അത് നന്നായിട്ട് വരുന്നതാണ് തോന്നുന്നത്. ഇമോഷണൽ സീൻസ് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല, പിന്നെ ഒന്ന് കണ്ടിരിക്കാം അത്രേ ഉള്ളൂ. അത് തന്നെയാണ്, ഇമോഷണൽ സീൻസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് വർക്കായിട്ടില്ല. അവർ കുറേ എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ നമുക്ക് അതായത് കറക്റ്റായിട്ട് വർക്കായിട്ടില്ല. നമുക്ക് ഇന്ത്യൻ 3 ഒരു ചെറിയ ലീഡ് ഇട്ടിട്ടുണ്ട്, അതിനിപ്പോൾ എങ്ങനെയാണ് വരികയെന്ന് ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ വരുന്നതാണ് പറയണത്. അത് കണ്ടുനോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആവശ്യമില്ല, ഒന്നുമില്ല, ഈ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ശങ്കറിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ ഒരു ഇതില്ലാന്നാണ് പറയുന്നത്. ഡയറക്ടറുടെ കഴിവ് മൊത്തമായിട്ട് വന്നില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, ഇത് പാർട്ട് 1 വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശമാണ്. പാർട്ട് 1 രണ്ട് തരത്തിലാണല്ലോ നിൽക്കണത്. അങ്ങനെ വെച്ച് നോക്കിയും പാർട്ട് 1 അല്ല നല്ലത്, ഭയങ്കര മോശമായിട്ട് തോന്നി. പാർട്ട് 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് വളരെ മോശമായിട്ട് തോന്നി. അങ്ങനെ മോശം വെയിറ്റ് ചെയ്യാനുള്ള സാധനമൊന്നും ഇല്ല, വെറുതെ എന്തിനാ വേണ്ടി കളക്കുന്ന സാമ്പാറെന്ന് പറയുന്നത് ആവശ്യമില്ലാതെ. ഇവർക്കൊക്കെ ഓക്കെയാണ്, അങ്ങനെയൊക്കെ വെച്ചാൽ പെർഫെക്റ്റ്. ശേഷം കുറച്ച് സമയം സിനിമ ഓടുന്നുണ്ട്, ഒരു 2 മിനിറ്റ്. ഇന്ത്യൻ 3 ലീഡ് ഉണ്ട്, ആ ലീഡാണ് അടിപൊളി. അപ്പോൾ ആ ലീഡിൽ ഇനി ഒരു 2025 ഇന്ത്യൻ 3 വരുന്നുണ്ട്, അതിൽ നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതാണ് വെയിറ്റിംഗ്. ഇന്ത്യൻ 2 നമ്മൾ ട്രെയിലർ കണ്ടിട്ട് വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഈ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ ഇത് ഫുൾഫിൽ ചെയ്തു. പക്ഷേ സിനിമ ലാഗിൽ അങ്ങനെ കണ്ടിരിക്കാം, പക്ഷേ വലിയൊരു എക്സ്പെക്ടേഷൻ ഇന്ത്യൻ 1 കമ്പയർ ചെയ്യാൻ പറ്റില്ല. 28 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന സിനിമയാണ്. അപ്പോൾ ആ പ്ലോട്ട് ഇവർക്ക് മിസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പടം ഓക്കെയാണ്, പക്ഷേ ഗുഡ് അങ്ങനെയൊന്നും പറയാനില്ല. ശങ്കറിൻ്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കുറേ സെറ്റ് കാണാം, പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് ചേസിങ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കമലഹാസനായിട്ട് വരുമ്പോൾ കമലഹാസൻ്റെ ആക്ടിംഗ് ആയിട്ട് നമുക്കൊന്നും കാണാനില്ല. പക്ഷേ ഇന്ത്യൻ ആ ഗെറ്റപ്പിൽ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കായിട്ട് അധികം പെർഫോം ചെയ്യാനുള്ള സ്കോപ്പില്ല ആണ്. ഇന്ത്യൻ 3 വെയിറ്റിംഗ് ആണ്. ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു 2.5 മിനിറ്റ് ഒരു ട്രെയിലർ പോലെ ഒന്ന് ഓടുന്നുണ്ട്, അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ 3 അടിപൊളിയായിരിക്കുന്നതാണ് എക്സ്പെക്ടേഷൻ. എക്സ്പെക്റ്റ് ചെയ്യാം, അതിന് മാത്രം ആ 3 ട്രെയിലർ ഉണ്ട്. റിസൾട്ട് കിട്ടി തന്നില്ല? ഇല്ല, റിസൾട്ടൊന്നും അത്രയും ഇതൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യൻ 3 വേണ്ടിയിട്ട് നോക്കാം. ട്രെയിലർ എങ്ങനെ ഉണ്ട് 3 കണ്ടപ്പോൾ? 3 കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിപ്പോൾ എങ്ങനെ വരാമെന്ന് നമുക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ട്രെയിലറിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അത് മിക്കതും വരുന്നുണ്ടാവുമെന്നാണ് പറയണത്. അപ്പോൾ കമലഹാസൻ ഇന്ത്യൻ 3 സ്ക്രിപ്റ്റ് കൂടി കേട്ടിട്ടാണ് ഇന്ത്യൻ 2 ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു. ഇന്ത്യൻ 3 സ്ക്രിപ്റ്റ് നല്ലതെന്ന് മൂപ്പര് പറയുന്നുണ്ട്, നമുക്കത് കണ്ടുനോക്കിയാൽ അറിയാം. താങ്ക് യു. നമ്മൾ നമ്പർ 1 കണ്ട ആ ഒരു ഇമ്പാക്റ്റ് അല്ല ശരിക്കും, ഇത് ഇപ്പോഴത്തെ സ്റ്റൈലിലാണ് നമുക്ക് തോന്നിയത്. എല്ലാം പടം കൊള്ളാം. കമൽ സാറിൻ്റെ ഫൈറ്റൊക്കെ നല്ല സൂപ്പറായിരുന്നു. പുള്ളിൻ്റെ അടിപൊളി സാറ്, അതൊക്കെ നമുക്ക് വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കൊരു പ്രത്യേക ഫീലാണ്.
പടം കൊള്ളാം. സിദ്ധാർത്ഥ് നന്നായിട്ടുണ്ട്. പിന്നെ ആ റോളറിൽ പോണ സീൻ അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ അതായത് കുറച്ച് അധികമായ പോലെ തോന്നി. കുറച്ച് ഓൾറെഡി വന്നിരുന്നു ആ സീൻ. പിന്നെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ പടം നിർത്തിയത് നമുക്ക് തോന്നിയത് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇന്ത്യൻ 3യുടെ ട്രയലർ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത നല്ല പടമായിട്ട് അതിന് വേണ്ടി